പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന അൽവാരോ വാസ്കസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടതിന് ശേഷം അൽവാരോയുടെ കരിയറിന്റെ ഗ്രാഫ് തീർത്തും താഴോട്ടായിരുന്നു പോയിരുന്നത്. ISLൽ നിന്ന് പോയതിനു ശേഷം അൽവാരോ വാസ്കസ് SD പൊൻഫെറാഡിന, ലിനാറസ് ഡിപ്പോർട്ടീവോ എന്നീ ടീമുകൾക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ സ്റ്റാറ്റ്സുകൾ നോക്കുമ്പോൾ പഴയ ഒരു മികച്ച ഫോം കണ്ടെത്താൻ അൽവാരോയ്ക്ക് സാധിച്ചിട്ടില്ല. ലിനാറസ് ഡിപ്പോർട്ടീവോ എന്ന ടീമിന് വേണ്ടി 16 മത്സരങ്ങൾ കളിച്ച താരം 4 ഗോളുകളാണ് സ്കോർ ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു ക്ലബ്ബ് വിട്ടിട്ടുണ്ടായിരുന്നു അൽവാരോ വാസ്കസ്. അങ്ങനെ ഇപ്പോൾ അൽവാരോ വാസ്കസിന് പുതിയൊരു ടീം സൈൻ ചെയ്തിട്ടുണ്ട്. CF ബഡലോണ എന്ന ഒരു സ്പാനിഷ് ടീമാണ് അൽവാരോയെ സൈൻ ചെയ്തിരിക്കുന്നത്. ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു കാര്യം ഇന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് അൽവാരോയെ CF ബഡലോണ എന്ന ഒരു സ്പാനിഷ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി അൽവാരോ വാസ്കസ് ആ ഒരു സ്പാനിഷ് ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകുമോ എന്ന് സംശയമുള്ള 2 താരങ്ങളാണ് ക്വാമി പെപ്പറയും അതുപോലെ തന്നെ ജോഷുവ സൊറ്റീരിയോയും. സൊറ്റീരിയോയ്ക്ക് വീണ്ടും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ താരം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള റൂമറുകളൊക്കെയായിരുന്നു പുറത്തു വന്നിരുന്നത്. KL9 റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി വ്യക്തമാക്കുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാമി പെപ്പറെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് അയക്കാനാണ് ശ്രമിക്കുന്നത്. ജോഷുവ സൊറ്റീരിയോയെ ടീമിൽ നിന്നും റിലീസ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് ആശിഷ് നെഗി വ്യക്തമാക്കുന്നത്. ആശിഷ് നെഗിയുടെ റിപ്പോർട്ട് സത്യമാണെങ്കിൽ ഈ 2 താരങ്ങളും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവ് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പ്രീതം കോട്ടാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് ആശിഷ് നെഗി പറയുന്നത്. മിഗൽ സ്റ്റെഹ്റയുടെ ആ ഒരു ഗെയിം പ്ലാനിൽ പ്രീതം കോട്ടാലിന് സ്ഥാനമില്ല എന്നാണ് ആശിഷ് നെഗിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.